ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവരുടെ നിപ്പും ഭാവം കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ കുഴപ്പക്കാരിയാണെന്ന്. ഇപ്പൊ ബോധ്യായല്ലോ എല്ലാവർക്കും. അമ്മേ, ഇത്തരക്കാരെ സൂക്ഷിക്കണം. ഗതികേട് പറഞ്ഞു വരുന്ന ഈ കൂട്ടര് രാത്രിയാവുമ്പോ കക്കാനിറങ്ങും. എന്തായാലും വേണ്ട മുന്നറിയിപ്പുകളൊക്കെ നിങ്ങൾ തന്നല്ലോ. ഇനി 3 പേരും അകത്തേക്ക് ചെല്ല്. ചെല്ലാൻ വലിഞ്ഞേറി വന്നവർക്കൊക്കെ നല്ല സ്ഥാനമാണല്ലോ. കുടുംബത്തുള്ളവർക്ക് മാത്രമേ കുഴപ്പമുള്ളൂ. മാടി മോളെ. അതെ, എന്താ നോക്കിക്കൊണ്ടിരിക്കുക? വാ. അവര് പറയുന്ന ഒന്നും കാര്യമാക്കണ്ട കേട്ടോ. പിന്നെ മോന്റെ കാര്യം പറഞ്ഞില്ലേ, അത് എന്റെ മോനാ നവീൻ. നിങ്ങൾ ചിന്തിക്കുന്ന ആള് അവനല്ല. ഞാൻ ഒരു വട്ടമേ കണ്ടിട്ടുള്ളൂ, അതുകൊണ്ട് പറ്റിപ്പോയതാ. നവീന്റെ കല്യാണം തീരുമാനിച്ചു വെച്ചിരിക്കുക. അടുത്തു തന്നെ ഉണ്ടാവും. പെൺകുട്ടി പെൺകുട്ടി ഞാൻ കാണിച്ചു തരാം. ഇതാണ് എന്റെ മോന്റെ ഭാര്യയാവാൻ പോകുന്ന കുട്ടി. നല്ല കുട്ടിയാ, നല്ല സ്വഭാവം. ഫോട്ടോ കണ്ടപ്പോ തന്നെ ആളെ വിലയിരുത്തി കളഞ്ഞല്ലോ. പറഞ്ഞത് സത്യം കേട്ടോ, നല്ല കുട്ടിയാ. അവൻ തന്നെ തിരഞ്ഞെടുത്തതാ. കണ്ടപ്പോ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടായി. ഭാഗ്യം. അല്ല മോളെ, നിങ്ങൾ എവിടെയുള്ളതാ? മോളെന്താ ചെയ്യുന്നേ? അത് ഞങ്ങള് കുറച്ച് ദൂരെയുള്ളവരാ. മോക്കിവിടെ ചെറിയൊരു ജോലിയുണ്ട്. ഞാനവിടെ കാണാൻ വന്നതാ. അപ്പോഴാ നിങ്ങളുടെ മോനെ കണ്ട് ഇങ്ങോട്ട് കേറിയത്. അമ്മമാരുടെ മനസ്സല്ലേ, ഒന്ന് ചോദിച്ചറിയാന്ന് കരുതി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങി. അയ്യോ ഇരിക്കെ, ഞാൻ ചായ എടുക്കാം, കുടിച്ചിട്ട് പോയാ മതി. അയ്യോ വേണ്ട, ഇച്ചിരി തിരക്കുണ്ട്. മോന്റെ കല്യാണം നന്നായി നടക്കട്ടെ. മോനും മോളും സുഖമായിട്ട് ജീവിക്കട്ടെ. ഇറങ്ങട്ടെ. ഒരു പാവ സ്ത്രീ അല്ലേമ്മേ? എന്നാലും നവീനെ കണ്ടിട്ട് അവർക്കെന്താ അങ്ങനെ തോന്നിയത്? കണ്ടാൽ അറിയാലോ അമ്മേ, അവരൊരു സാധുവാ. ഒരു തോന്നല് വന്നിട്ട് നമ്മളോടല്ലേ അവര് ചോദിച്ചുള്ളൂ. ഞാൻ ആരാണെന്ന് പറയാതിരുന്നത് നന്നായി. എല്ലാവരുടെയും മനസ്സറിയാൻ പറ്റിയല്ലോ. എന്റെ മോൾക്ക് ഭാഗ്യമുണ്ട്, ദൈവത്തിന്റെ അനുഗ്രഹമുണ്ട്. അവൾക്ക് കയറി വരാൻ ഇതിലും നല്ലൊരു കുടുംബം കിട്ടാനില്ല.